ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഞാൻ ഹസ്ബൻഡും കൂടെ കുറച്ച് ബിസി ആയി പോയി. കുറെ ടൂറിനൊക്കെ പോയതിനാൽ കുറച്ച് ബിസി ആയിരുന്നു. ടൂറിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വീഡിയോസൊക്കെ ചെയ്യണമല്ലോ. എന്നാലും ഈ ടൂറിന്റെ ഇടയിലാണെന്ന് പറഞ്ഞാലും എന്നെ വളരെയധികം അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനിത് ചെയ്യുകയാണ്. എനിക്കറിയാം, കോട്ടയത്ത് ഏറ്റുമാനൂരിനടുത്ത് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ നമ്മൾക്കുണ്ടായ ഷോക്കിൽ നിന്ന് നമ്മൾ ആരും പൂർണ്ണമായും മുക്തരായിട്ടില്ലെന്നുള്ളത് വാസ്തവമാണ്, ഇല്ലേ? അപ്പം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. വളരെയധികം പ്രചരിച്ച ഒരു കാര്യമാണ് ഷൈനിയുടെയും മക്കളുടെയും ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടി ഷൈനിയുടെ ഫാദർ വിലപേശിയെന്നും മോർച്ചറിയിൽ വെച്ചതിനും പന്തലിട്ടതിനും മറ്റും ചിലവായ കാശ് വാങ്ങിയെന്നും മറ്റും കേട്ടില്ലേ? ഒരു മകളും 2 കൊച്ചുമക്കളും സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ആത്മഹത്യ ചെയ്തതിന് ഒരു വിഷമമോ ലജ്ജയോ ഉണ്ടാകാതെ ഇമാതിരി ഡിമാൻഡ് ചെയ്തെന്ന് കേട്ടപ്പോൾ തമ്പിച്ചിരുന്നു പോയെന്നുള്ളതാണ്. ഈ വാർത്ത യൂട്യൂബ് വഴിയും TV ചാനൽ മുഖാന്തരവും എല്ലാം വന്നിരുന്നപ്പോൾ ഈ ലോകമെമ്പാടും ഉള്ള ആൾക്കാർ മുഴുവനും ഇത് കേട്ടു. അതിനെ തുടർന്ന് 3 പേരെ എനിക്ക് ഫോൺ ചെയ്ത് അവരനുഭവിച്ച ദാരുണമായിട്ടുള്ള പീഡനം, അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഉള്ള അനുഭവങ്ങളും പറഞ്ഞു. ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അങ്ങ് ആലോചിച്ചു പോകും കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ കഥകൾ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ ഷൈനിയുടെ ആത്മഹത്യ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല. ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യയുടെ വക്കുവരെ വന്നിട്ട് ഏതോ അദൃശ്യ ശക്തി കൊണ്ട് അവരതിൽ നിന്നൊക്കെ മാറിപ്പോയതായിട്ടാണ് എന്നോട് അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എന്റെ രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. മനുഷ്യർ ഇത്രയും ക്രൂരന്മാരായി പോയല്ലോ എന്ന് വിചാരിച്ചു. ഒരു 60കളിലും 70കളിലും ഒക്കെ നമ്മുടെ നാട്ടിലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു വീട്ടിൽ 7-8 പിള്ളേരൊക്കെ ഉണ്ട്. കുറഞ്ഞത് 6 പേരെങ്കിലും കാണും ഓരോ വീട്ടിലും. അതില് മൂത്ത മകളെ, ഇനിയിപ്പോ ആൺകുട്ടികളാണ് മൂത്തതെങ്കിലും ആ പെൺമക്കളിലെ മൂത്തയാളെ നേഴ്സിംഗിന് വിടും. എന്നിട്ട് പിന്നെ ആ പെൺകുട്ടിയുടെ ചുമതലയാണ് ആ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കണമെന്നുള്ളത്. ഞാൻ 60ലെയും 70ലെയും കാര്യമാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ അങ്ങനെ നേഴ്സിംഗ് പോയവര്. ആ നേഴ്സുമാരെ ഈ വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ കറവപ്പശുക്കളെ പോലെയാണ് കരുതിയിരുന്നത്. എത്ര പേരാണെന്നറിയാമോ കല്യാണം പോലും കഴിക്കാതെ വീടിന് വേണ്ടി, വീട്ടിലെ ആൺമക്കൾക്കും അപ്പനും അമ്മയ്ക്കും എല്ലാം വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ച് ജീവിച്ചത്. അന്നൊക്കെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് പറയുകയല്ല, എന്നെ കെട്ടിച്ചു വിടാനായിട്ട് പറയാനായിട്ടുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു. വീട്ടിലുള്ളവരൊന്നും അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കത്തുമില്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് ചെറുപ്പത്തിൽ തന്നെ എന്തോ എടുക്കും, മിക്കവാറും കുടുംബങ്ങളിലെല്ലാം ദാരിദ്ര്യമാണ്. അപ്പൊ പറഞ്ഞു വിടും, ഒരു മകളോട് പറയും, നീ നേഴ്സിംഗിന് പോകണം, നീ എന്നിട്ട് പേർഷ്യക്ക് പോകണം, പേർഷ്യക്ക് പോയിട്ട് കുടുംബത്തെയും സഹോദരങ്ങളെയും എല്ലാം രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പെൺകുട്ടികൾക്ക് നേഴ്സിംഗിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും നിർബന്ധിച്ച് നേഴ്സിംഗിന് പോയി ചേരും. അവരവിടുത്തെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് നേഴ്സായി ഈ വീട്ടുകാരെ സംരക്ഷിക്കും. എനിക്ക് കുറെ പേരെ, ഒരുപാടല്ല, എനിക്ക് കുറെ പേരെ അങ്ങനെ അറിയാം. ഈവൻ കല്യാണം കഴിക്കാതെ പോലും വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചവരെ. പക്ഷെ ആ കാലമൊക്കെ മാറിപ്പോയി. ഇന്ന് നേഴ്സിംഗിനെ നമ്മുടെ കേരളം പോലും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ന് ആർക്കും നേഴ്സിംഗിന് പോകുന്നതിലും വിടുന്നതിലും ഒന്നും ഒരു അപകർഷതാ ബോധവും ഇല്ല. എല്ലാവരും വില്ലിങ് ആയിട്ട് പോകുന്നുണ്ട്. പണ്ട് ഈ നേഴ്സുമാരൊക്കെ കറവപ്പശുക്കളായിരുന്നെങ്കിൽ ഇന്നും ചില ആൾക്കാർക്കൊക്കെ ഈ നേഴ്സുമാരെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോഴേ അവർക്ക് കറവപ്പശുവിനെയല്ല വേണ്ടിയത്. പശുവിന് തീറ്റ കൊടുക്കാനും ചാണകം വാരാനും വീട്ടുജോലി ചെയ്യാനും ഒരു BSc നേഴ്സ് ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു കുട്ടിയെ വേണം. കുട്ടിയെ വേണമെന്നല്ലേ, കുട്ടിയെ മാറ്റിയെടുക്കുകയാണ്, അതിനുവേണ്ടി മാറ്റിയെടുക്കുകയാണ്. അതല്ലേ ഷൈനിക്ക് പറ്റിയത്? BSc നേഴ്സായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ജോലിക്ക് പോകണ്ട, വീട്ടുജോലി ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയില്ലേ? പാവം ആ പെൺകുട്ടി. ശരി, കുടുംബത്തിന്റെ സമാധാനമാണ് വേണ്ടിയത്, ജോലിയിലേതും സാരമില്ല, കഴിക്കാനുള്ള വകയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആണ് ആ കുട്ടി ജോലിക്ക് പോകാതെ വീട്ടിൽ നിന്നത്. ഷൈനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഷൈനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലേ ഈ വീട്ടിലെ ഈ പീഡനം, ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ചേട്ടന്റെയും എല്ലാം പീഡനം വന്നപ്പോൾ പുള്ളിക്ക് അവിടുന്ന് മാറിയിട്ട് പിള്ളേരെയും കൊണ്ട് പോയി സ്വന്തമായിട്ട് നിൽക്കാമായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു നേഴ്സ് എന്നോട് പറഞ്ഞതാണ്, ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരി വളരെ ഗദ്ഗതത്തോടെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ആ പുള്ളിക്കാരി ഒരു നേഴ്സാണ്, 5 വർഷം പേർഷ്യയിൽ പോയി
ജോലി ചെയ്തു. ഇങ്ങനെ വീട്ടിലെ നിർബന്ധിച്ച് നേഴ്സിംഗിന് വിട്ടതാണ്. പുള്ളിക്കാരത്തിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു നേഴ്സിംഗിന് പോകാനായിട്ട്. അങ്ങനെ 5 വർഷം പേർഷ്യയിൽ പോയി ജോലി ചെയ്ത് വീട്ടുകാരെ എല്ലാം ഒരു നല്ല നിലയിലാക്കി കഴിഞ്ഞ് എങ്ങനെയോ ഏതോ ഒരു കല്യാണക്കാര്യം പറഞ്ഞപ്പോ പുള്ളിക്കാരി തന്നെ ഓർത്തു, ഇത് ഇനിയിപ്പോ കല്യാണം പറഞ്ഞില്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുവാണെങ്കിൽ കെട്ടിയിട്ട് നടക്കത്തില്ലെന്നും പറഞ്ഞിട്ട് ഒരു കല്യാണാലോചന പറഞ്ഞപ്പോ അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു കർച്ചീഫ് പോലും ആ കുട്ടിക്ക് കൊടുക്കാതെയാണ് കല്യാണത്തിന് വിടുന്നത് കേട്ടോ. കാരണം പേർഷ്യനായകൊണ്ട് പുള്ളിക്കാരത്തി എങ്ങനെയോ, കാരണം മുഴുവനും അങ്ങ് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അധികമൊന്നും ഇല്ല, പിന്നെ ആഭരണങ്ങളോ സ്വർണത്തിനായിട്ടൊന്നും ഇല്ല. ഓക്കെ, എനിഹാവ് അങ്ങനെ എനിവേ കുറച്ച് സ്വർണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കല്യാണത്തിന് പോകുമ്പോൾ കാറിൽ വെച്ച് ആ അമ്മ പറഞ്ഞത് എന്താണെന്നോ, നിന്റെ ഇളയവളെ കെട്ടിക്കാനുള്ളതാണ്. കാരണം കെട്ടിച്ചു കഴിഞ്ഞേച്ച് പിന്നെ ഇങ്ങോട്ടൊന്നും കിട്ടപ്പോരില്ലെന്നുള്ള ഒരു അറിയാം. അപ്പൊ ഇളയവളെ കെട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നിന്റെ സ്വർണത്തിൽ കുറെ ഇങ്ങോട്ട് ഊരി വെച്ചേ പോകാവുള്ളെന്ന്. ഈ നേഴ്സ് കരഞ്ഞുകൊണ്ട് പറയുവാണേ, കല്യാണം കഴിച്ച് പോവുകയാണ് ആ കുട്ടിയോട് നിനക്ക് നല്ലത് ഭവിക്കട്ടെ, നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ്, പ്രാർത്ഥനയോടുകൂടി പോകണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ അവർക്ക് അവരുടെ മനസ്സിൽ മുഴുവനും ഇവളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പൊ കിട്ടപ്പോരില്ല, അപ്പൊ ഉള്ളതുകൂടെ പിടുങ്ങി വെച്ച് കഴിഞ്ഞെന്നാൽ അടുത്ത കുട്ടികളെ കെട്ടിച്ചു വിടാവില്ലോ എന്നുള്ള വിചാരം. എങ്ങനെയുണ്ട് ആൾക്കാർ? ഇതും സ്വന്തം അമ്മ. ഞാൻ ഈ പറഞ്ഞൊന്നും കഥയില്ല കേട്ടോ, സത്യമായിട്ടും ഉള്ള സംഭവമാണ്. ഈ ഷൈനിയുടെ കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഈ മക്കൾക്ക്, പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഭർതൃഗ്രഹത്തിൽ പീഡനങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞെന്നാൽ അവർക്ക് അവിടെ വിഷമമാണെന്ന് പോലും തന്റെ പേരൻസിനോടോ സിബ്ലിങ്സിനോടോ പറയാനായിട്ട് സാധിക്കാത്തവരും ധാരാളമുണ്ട്. സപ്പോസ് അങ്ങനെയെല്ലാം ഈ പീഡനം ഒക്കെ വെച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുവാണെങ്കിൽ ഈ പേരൻസും സിബ്ലിങ്സും അവള് കയറും പൊട്ടിച്ചേച്ച് വന്ന് നിൽക്കുവാണ്, അവിടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് ആ വീട്ടിൽ നിൽക്കക്കള്ളി ഇല്ലാതെയുള്ള പീഡനം ഇവിടെയും അനുഭവിക്കേണ്ടി വരികയാണ്. എത്ര വീടുകളുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലാതെ അവരെ കൈപിടിച്ച് കയറ്റാൻ ശ്രമിക്കത്തില്ല. അത് തന്നെയാണ് ഷൈനിക്കും ഇവിടെ സംഭവിച്ചത്. ശരിയാണ്, ഷൈനിയെ 9 മാസം അവിടെ നിർത്തി. പക്ഷെ ആ കുട്ടി ആ വീട്ടിലും അതുപോലെ പീഡനം അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് ആത്മഹത്യക്ക് പോയത്. അതിന് പിന്നെ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇന്ന് ലോകം ഇത്രയും പുരോഗമിച്ചു. സ്പേസിൽ 9 മാസം താമസിച്ചിട്ട് സുനിത വില്യംസും ബുച്ച് വിൽമോറും പ്ലാൻ ചെയ്തത് പ്രകാരം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയ കാലമായിട്ട് പോലും ഇന്ന് എത്ര പേരാണ് കിരാതരെ പോലെ പെരുമാറുന്നത്. പണ്ടത്തെ ആൾക്കാർക്ക് കാശില്ലായിരുന്നു വിചാരിക്കാം, അതുകൊണ്ട് അവരങ്ങനെയൊക്കെ പെരുമാറി. നീ എങ്ങനെയല്ലേ വീട്ടിൽ പോ, അല്ലെ ഒരു സഹായവും ചെയ്തില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. സഹോദരങ്ങളൊക്കെ നല്ല നിലയില്, അല്ലെ അപ്പനും ഒക്കെ നല്ല നിലയില്, പേരൻസും ഒക്കെ നല്ല നിലയില്, എങ്കിലും അവർക്ക് കെട്ടിച്ചു വിട്ട മകളെയും മക്കളെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സില്ല. ഇന്ന് മുട്ടുമുക്കാലും ആൾക്കാർക്കും കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ട്, അല്ലെങ്കിൽ 2 പേരുടെ വീട്ടിൽ വന്നാൽ അവർക്ക് കഞ്ഞി കൊടുക്കാനായിട്ടും ചെറിയൊരു സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒക്കെ കഴിവുള്ളവരാണ് 3/4 പേരും. നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ സഹോദരൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ആട്ടി ഇറക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട് തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ പോയി ഒന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുന്നവർ. കാരണം വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവരെ അങ്ങ് കുറ്റം പറയുകയാണ്. നീ എന്തിനു വന്നു? ആങ്ങളമാരൊക്കെ തെറി വിളിക്കും. അപ്പോൾ നമ്മുടെ ഇടയിൽ ഈ കാലയളവിൽ, ഇത്രയും പുരോഗമിച്ച ഈ കാലയളവിൽ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരോട് 2 വാക്ക് പറയണമെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എനിക്കൊരു ഉൾവിളി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഷൈനിക്ക് ആത്മഹത്യ അല്ലാതെ എന്ത് ചെയ്യാമായിരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്യണം. ആത്മഹത്യ അല്ല എല്ലാത്തിനും ഒരു പരിഹാരമെന്ന്. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒറ്റ സ്വരത്തിൽ എല്ലാരും പറഞ്ഞു 9 മാസം ഈ ഷൈനിയെയും മക്കളെയും സംരക്ഷിച്ച അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ അവരെ കുറച്ചും കൂടി ഒന്ന് കൈപിടിച്ച് കയറ്റേണ്ടതായിരുന്നു, അല്ലെ? സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. എന്ത് കുറ്റം കൊണ്ടും ആവട്ടെ, മകൾക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി, അവള് ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം മകളാണ്. എപ്പോഴും പറയൂലേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന്. എല്ലാവരെയും സഹായിക്കാനായിട്ട് മുൻപന്തിയിലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് ഫേസ്ബുക്കിൽ കൂടെ പറയുകയോ യൂട്യൂബിൽ കൂടി പറയുകയോ ചെയ്യുമ്പോൾ എല്ലാവരും അതിനൊരു ഡൊണേഷന് വിട്ട് അവരെ കൈപിടിച്ച് കയറ്റാറുണ്ട്. എങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ അത് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അവരെ ഓർക്കണമായിരുന്നു, ഈ ഷൈനിക്ക് ഒരു കാലത്ത് നല്ല കാലം വരും, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെ ഇവൾക്കൊരു ജോലി കിട്ടും, അങ്ങനെ എങ്ങനെയും വരും, എനിവേ ഇപ്പം ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വിചാരം അവർക്ക് വേണമായിരുന്നു. അവർക്ക് കുറച്ച് ഭക്ഷണവും ഒരു മോറൽ സപ്പോർട്ടും
പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അവസരവും ഒക്കെയല്ലേ അവർ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഷൈനി ഒരു ജോലി കണ്ടുപിടിക്കണമായിരുന്നു, ഒരു ജോലിക്ക് പോകണമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു ഹോം നേഴ്സിന് ഒരു പേഷ്യന്റിനെ നോക്കാൻ ചിലപ്പം ഒന്നും ചെയ്യണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കമ്പാനിയനായിട്ട് ഒരാൾ പോയി ഇരുന്നാൽ പോലും 20,000 രൂപയും ചെലവിനും കിട്ടും. ഈ ഷൈനിക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് ഹോസ്റ്റലിലാക്കിയിട്ട് പോയി ഒരു ഹോം നേഴ്സിന്റെ ജോലി ചെയ്താണേലും ആ കാശ് കൊണ്ട് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ മേലായിരുന്നോ? ഷൈനി എന്ത് തിങ്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഒരു വേള താൻ BSc നേഴ്സാണ്, അതുപോലെ ഞാൻ വലിയ മഹിമയുള്ള ഒരു കുടുംബത്തിൽ പിറന്നതാണ്, അപ്പോൾ ഞാൻ ഹോം നേഴ്സായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ വീട്ടുവേല ചെയ്യുന്നതോ ഒന്നും എൻ്റെ കുടുംബത്തിന് അപമാനമായിരിക്കും, അല്ലെ കുറച്ചിലാണെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അങ്ങനെ ഒരു ജോലിക്ക് മുതിരാഞ്ഞത്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഫോൾസ് പ്രസ്റ്റീജ് ഒന്നും വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ സർവൈവലാണ്, നമുക്ക് ജീവിക്കണം. നമ്മൾ ഭയങ്കര ഒരു പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. നമ്മൾ അവിടെ നിന്നും കര കയറി എൻ്റെ മക്കളെയും കൊണ്ട് ഞാനൊന്ന് ജീവിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ വേണ്ടിയത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം എന്ത് ജോലി ചെയ്യുന്നതിലും നമ്മൾക്ക് അഭിമാനമുണ്ടെന്ന് വിചാരിക്കണം. ഷൈനി അതുകൊണ്ട് അപ്പന്റെയും സഹോദരങ്ങളുടെയും ഒക്കെ അടുത്തു നിന്ന് മാറിയിട്ട് ഒരു ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്യണമായിരുന്നു. സപ്പോസ് ജോലിയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഒരു നേഴ്സിന്റെ ജോലി കിട്ടിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു നേഴ്സ് എയ്ഡിന്റെ ജോലി ആണെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും റിഫ്രഷർ കോഴ്സോ അല്ലെങ്കിൽ അവിടെ തന്നെ കുറച്ച് സർവീസ് ചെയ്തോ ഒക്കെ കഴിയുമ്പോൾ എനിവേ പഠിച്ചതാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്ക് ജോലി കിട്ടാതെ ഇരിക്കത്തില്ല എന്നുള്ളൊരു വിചാരം വേണമായിരുന്നു. നമ്മളെല്ലാവരും ഓർക്കണം. കാരണം നമ്മൾക്ക് ചിലപ്പോൾ കഷ്ടകാലമൊക്കെ വന്നെന്നിരിക്കും. നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തണം. നമ്മൾ മോഷ്ടിച്ചും തെണ്ടിയും കള്ളത്തരത്തിൽ കൂടി ഒന്നുമല്ല സമ്പാദിക്കുന്നത്. നമ്മൾ ജോലി ചെയ്ത് ആണ് ജീവിക്കുന്നത്. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹിമയുണ്ടെന്ന് ഈ നൂറ്റാണ്ടിലേലും ആളുകൾ മനസ്സിലാക്കണം. അതിനുള്ള മനസ്സ് വേണം. കുടുംബ മഹിമയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ഈ കുടുംബ മഹിമയെന്നും പറഞ്ഞൊന്നും ഇരുന്നാലൊന്നും ഒരു ഗുണവും ഇല്ല. അവനവന് കാശുണ്ട്, അവനവൻ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിക്കാം. ഒരിക്കലും പറയല്ലേ മോഷ്ടിച്ചോ പിടിച്ചു പറിച്ചോ അങ്ങനെയൊന്നും ജീവിക്കരുത്. ജോലി ചെയ്ത് നമ്മൾ കാശുണ്ടാക്കി ജീവിക്കണം. ഭർത്താവിന്റെ ചേട്ടനും ഒക്കെ പീഡിപ്പിച്ചപ്പോൾ കണിശമായിട്ടും കേസ് കൊടുക്കണമായിരുന്നു. കേസ് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. ഭർത്താവിന്റെ ഫോൺ ബ്ലോക്ക് ചെയ്യണമായിരുന്നു. എന്തിനാണ് ആ മനുഷ്യന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയത്? കാരണം ഈ ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസവും ഭർത്താവിന്റെ മോശമായിട്ടുള്ള വാട്സപ്പ് കോൾ വന്നെന്നാണ് പറഞ്ഞു കേട്ടത്. ഭർത്താവ് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും 500 മീറ്റർ അകലത്തിൽ പോലും വരാൻ പാടില്ലെന്നൊരു ഓർഡർ വാങ്ങണമായിരുന്നു. കണിശമായിട്ട് ലീഗലായിട്ട് അഡ്വൈസ് എടുക്കണമായിരുന്നു. നമ്മുടെ നാട്ടിൽ പോലും സ്ത്രീകൾക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്ന വനിതാ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. അവരോടൊക്കെ കംപ്ലൈന്റ് ചെയ്ത് അവർ കണിശമായിട്ടും ആക്ഷൻ എടുക്കും. എനിക്ക് തോന്നുന്നു ഈ ഷൈനി ഒരു പാവമായി പോയോണ്ടാണ് ഇത്രയെല്ലാം സംഭവിച്ചതെന്ന്. എനിവേ, ഇത് ഞാൻ പറയുന്ന എന്തെങ്കിലും വിധത്തിൽ പീഡനം അനുഭവിക്കുകയും ദുരിതം അനുഭവിക്കുകയും ഇൽ ട്രീറ്റിംഗ് അനുഭവിക്കുകയും ചെയ്ത പെൺകുട്ടികളോ സ്ത്രീകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പാഠമായിട്ടിരിക്കണം. അതുകൊണ്ട് പെൺകുട്ടികളെ, സ്ത്രീകളെ, നിങ്ങൾ കണിശമായിട്ടും ബോൾഡായിരിക്കണം. നിങ്ങൾ കണിശമായിട്ടും ബോൾഡും സ്ട്രോങ്ങും ബ്രേവുമായിരിക്കണം. ഏതൊരു സിറ്റുവേഷൻ വന്നാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് കഷ്ടകാലവും നല്ല കാലവും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം ഏത് സാഹചര്യത്തിലും ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു ശരിക്കുമുള്ള ബ്രേവറി നിങ്ങൾക്ക് വേണം. കല്യാണം കഴിഞ്ഞാലും ഞാൻ ജോലിക്ക് പോകുമെന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കണം. എങ്ങനെ വന്നാലും ഇനിയിപ്പം അത്യാവശ്യത്തിന് കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ ഒരു ചെറിയ ബ്രേക്ക് വന്നെങ്കിൽ പോലും ജോലിയിൽ നിന്നും ലോങ് ബ്രേക്ക് എടുക്കരുത്. കാരണം നമുക്ക് എപ്പോഴാണ് നമ്മുടെ സാഹചര്യം മാറുന്നതെന്ന് അറിയത്തില്ല. ഒരു കാരണവശാലും നമ്മുടെ പേരൻസോ അല്ലെ സഹോദരങ്ങളോ ഒക്കെ നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നമുക്കൊരു അക്കിടി പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ നമ്മളെ അടിച്ചിറക്കാൻ മാത്രമേ നോക്കുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾക്ക് എത്ര പ്രോബ്ലംസ് വന്നാലും അതിനകത്തൊരു സൊല്യൂഷൻ കാണും കേട്ടോ. അപ്പൊ നമുക്ക് ആ സൊല്യൂഷൻ എന്താണെന്ന് കണ്ട് അതനുസരിച്ച് അതിന് തക്കതായിട്ട് ഉയർന്ന് ജീവിക്കാനായിട്ട് നോക്കണം. അതെന്താണെന്ന് കണ്ടുപിടിച്ച് പൊരുതി ജീവിക്കണം. നമ്മൾ സ്ത്രീകൾ അബലകളൊന്നും അല്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അബലകളൊന്നും അല്ല. നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും അത് അഡാപ്റ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ജീവിക്കാനുള്ള കഴിവുള്ളവരാണ് നമ്മൾ. അത് മറക്കരുത്. നമ്മളെ അബലകളാക്കാനായിട്ട് ശ്രമിക്കുന്നവർ ധാരാളം ഉണ്ടായിരിക്കാം. അതിലൊന്നും വീണു പോകരുത്. നമ്മളെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. നമ്മൾ സങ്കടപ്പെട്ടും വിഷമിച്ചും എല്ലാം ആയിട്ടിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ശത്രുക്കൾ അത് കണ്ട് രസിക്കും. നേരെ മറിച്ച് നമ്മൾക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോഴോ നമ്മൾ കഷ്ടപ്പെട്ടായിക്കോട്ടെ. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെ
ഈ വീട്ടു ജോലിക്കോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് ആയിട്ടോ ഈ BSc നേഴ്സ് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും എല്ലാവരും കുറച്ച് പരിഹസിക്കുമായിരിക്കും. നെവർ മൈൻഡ്. പരിഹാസം കൊണ്ടൊന്നും നമ്മുടെ വയറ് നിറയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ജോലി തന്നെ ചെയ്യണം. എന്ത് ജോലിയാണെങ്കിലും അഭിമാനത്തോടു കൂടി തന്നെ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. അപ്പം നമ്മുടെ സക്സസ് കണ്ടിട്ട് നമ്മളെ പരിഹസിച്ചവരൊക്കെ ലജ്ജിക്കും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആരും പക വയ്ക്കുകയല്ല. അവരോടൊക്കെ ഫൊർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. നിങ്ങൾക്കൊരു ശാന്തിയും സമാധാനവും വരുന്നതിന് നിങ്ങൾ അവരോട് ഫൊർഗീവ് ചെയ്യുക മനസ്സിലായോ? എന്നിട്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അവര് പോട്ടെ, ഇങ്ങനെയുള്ളവരുടെ സമ്പർക്കം ഒരിക്കലും നല്ലതല്ല. അത് വിച്ഛേദിക്കണം. അല്ലാതെ ആത്മഹത്യയല്ല പരിഹാരം. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഉയർച്ചയും താഴ്ചയും എല്ലാം നിറഞ്ഞതാണ് ജീവിതം. അപ്പോൾ ഉയർച്ച വരുമ്പോൾ അല്ലെ, നമുക്ക് നല്ല ഉയരങ്ങളിൽ നമ്മൾക്കങ്ങ് സക്സസ് ആയിട്ട് കോണിപ്പടികൾ കയറുമ്പോൾ അമിതമായിട്ട് അഹങ്കരിക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു താഴ്ച വരുമ്പോൾ അതപ്പതിക്കുകയും ആകരുത്. ഇത് ജീവിതമാണെന്ന് കരുതി ജീവിക്കുക. അതുകൊണ്ട് ലെറ്റ് us empower women. സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസവും ജോലിയും നേടുക, പൊരുതി ജീവിക്കുക, ജീവിച്ചു പൊരുതുക. അതാണ് വേണ്ടത്. God bless you all.